ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരുവിധം എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒറ്റൊരു പരത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ലോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ രീതിയിൽ തന്നെ നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം നോക്കിയതിന് ശേഷം മാത്രം പിന്നെയും ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോൾ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് ഒന്നുകൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അധികം തിളക്കുന്ന വെള്ളം എടുക്കാൻ പാടില്ല, ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. ഈ ചപ്പാത്തിൻ്റെ മാവ് എത്ര സമയം നമ്മൾ കുഴക്കുന്നു അതിന് അനുസരിച്ചിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തിക്ക്. അതിനുശേഷം ഇപ്പോൾ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുമ്പോൾ ഒന്നുകൂടെ നല്ലോണം സോഫ്റ്റാക്കി എടുക്കാൻ പറ്റും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും മാവിന് നല്ല സോഫ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കാം. കാണുന്നതിന് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ബോക്സ് ആക്കിയിട്ട് എടുക്കാം. ചപ്പാത്തീൻ്റെ ആ രീതിയിൽ ബോക്സ് ആക്കി ഇതിലിട്ട് കൊടുക്കാം. നല്ലോണം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഒന്ന് പരത്തിയെടുക്കും. സാധാരണ നമ്മൾ എല്ലാ ചപ്പാത്തിയും നല്ലോണം പരത്തിയെടുക്കാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആവശ്യമുള്ള പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അടുത്തത് പരത്താനുള്ള കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി സാധാരണ പൂരി ഉണ്ടാക്കുന്ന ആ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. അതിനുശേഷം അടുത്ത ചപ്പാത്തിയും അതുപോലെ തന്നെ പരത്തിയെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം ഇങ്ങനെ പരത്തി ജസ്റ്റ് മറിച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കും. നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഇത് കിട്ടും. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അധികം പൊടിയിട്ട് കഴിഞ്ഞാൽ പരത്തുമ്പോൾ കൂടുതൽ പൊടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹാർഡായിട്ട് വരും. അപ്പോൾ കുറച്ച് പൊടിയിട്ട് മാത്രം പരത്തിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ആ ഒരു സെയിം രീതിയിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഒരു ലെയറിൽ 9 ചപ്പാത്തിയും ഒരു ലെയറിൽ അടുത്ത 9 ചപ്പാത്തിയും കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം.
അടുത്തത് ശേഷം അടുത്ത ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ലാസ്റ്റ് 9ാമത്തെ ചപ്പാത്തി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊടി ഇട്ട് കൊടുക്കാം. ശേഷം അധികം പ്രസ് ചെയ്യാണ്ട് നമുക്ക് ഈ രീതിയിൽ പരത്തിയെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ കറക്റ്റ് ഒരേ സൈസിൽ വരണം. അപ്പോൾ ഒരു സൈഡിൽ കട്ടി കൂടിയാൽ അവിടെ പോകാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാം. അതിന് പ്രസ് ചെയ്ത് ചെയ്യാൻ പാടില്ല. അതെല്ലാം കൂടി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുട്ടെടുക്കാം. അടുത്ത പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. പാൻ ചൂടായിട്ട് അപ്പോൾ ഇത് ചൂടായിട്ട് ഇതൊന്ന് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡിലായിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ റെഡിയാകുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചപ്പാത്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുറേ ടൈം എടുക്കുമല്ലോ, പെട്ടെന്ന് തന്നെ റെഡിയാവുന്നത്. ലാസ്റ്റ് ഇപ്പം ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. വേറെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം രീതിയിൽ തന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചപ്പാത്തിൻ്റെ മാവും കൂടെ ഈ സെയിം രീതിയിൽ തന്നെ പരത്തി ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും. കുറേ ടൈം എടുക്കൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ കമൻറ്റ്സെല്ലാം എന്തായാലും അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ്
നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.